प्रियंका गांधी क्या कुछ कह रही है, एक बार सुनाते हैं आपको. പൂർത്തിയാക്കാൻ സഹായിക്കും. അതുപോലെ യുവജനങ്ങൾക്ക് വേണ്ടി 5000 കോടിയുടെ ഒരു സ്റ്റാർട്ടപ്പ് ഫണ്ട് ഈ രാജ്യത്തെ സംരംഭകർക്ക് വേണ്ടി അതും കൂടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. So my friends, my sisters and brothers, as I said, the two most important things when you go to vote are for you to think about where our country is heading, to think about how your vote is going to contribute to protect our democracy, to protect our constitution, and to protect your rights and reservations. ആദ്യമായിട്ട് നിങ്ങളോട് ഞാൻ പറയാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പോകുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മുടെ രാജ്യം എങ്ങോട്ട് പോവുകയാണ്. നിങ്ങളുടെ വോട്ട് ഈ രാജ്യത്തെ ജനാധിപത്യത്തെയും ഈ രാജ്യത്തെ ഭരണഘടനയും നിങ്ങളുടെ അവകാശങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രധാനമായി ഓർക്കേണ്ടത്. And the second is that you focus on yourselves, not on any political party, not on any leader, on yourselves. How is your life going to improve when you cast your vote? If you are going to give your vote to a party that only distracts you, that only spreads divisiveness between you, that only creates social problems between you, then you are not going to progress. If you want to vote for progress, you want to vote for the unity of this country, and most importantly, you want to vote for a bright future for your children, then your vote must go to the Congress Party and the UDF. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനമായി നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു മാറ്റുന്ന, ഈ രാജ്യത്തെ വിഭജിക്കുന്ന, ഈ രാജ്യത്ത് സാമൂഹ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കാണോ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ സമൃദ്ധിക്ക് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ സമൃദ്ധിക്ക് വേണ്ടി, നിങ്ങളുടെ സുരക്ഷിതമായ ഒരു ഭാവിക്ക് വേണ്ടിയാണ് നിങ്ങൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. Because as I said, this election must be an election about you, the people of India. This election must be an election about the democracy of India, about the constitution of India, and about the future of this great nation for whom so many have laid down their lives. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ കുറിച്ചുള്ള തെരഞ്ഞെടുപ്പായിരിക്കണം. ഈ രാജ്യത്തെ ജനാധിപത്യത്തെ കുറിച്ചുള്ള തെരഞ്ഞെടുപ്പായിരിക്കണം. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ കുറിച്ചുള്ള തെരഞ്ഞെടുപ്പായിരിക്കണം. ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലികഴിച്ച അനേകം മനുഷ്യരെ ഓർക്കുന്ന, അവരുടെ ജീവിതത്തെ കുറിച്ച് ഓർക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കണം. So there are times in our lives as a nation, as a people, when we need to look beyond ourselves and think of the country that has given us life, that has given us hope, and that has given us sustenance. നിങ്ങൾക്കറിയാം, നമ്മുടെ ജീവിതത്തിലും ഒരു രാജ്യം എന്ന നിലയിലും വ്യക്തികൾ എന്ന നിലയിലും നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട്. ആ സന്ദർഭത്തിൽ നമ്മൾക്കുപരിയായി, നമ്മളിൽ നിന്നപ്പുറം നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണം. നമുക്ക് ജീവൻ നൽകിയ, നമുക്ക് പ്രതീക്ഷ നൽകിയ, നമ്മെ ജീവിപ്പിക്കുന്ന, നമ്മെ നിലനിർത്തിക്കുന്ന ഈ രാജ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. And this is one of those times. It is one of those rare times in the history of our country where we need to stand up and make our vote count for the right things. ഇത് അങ്ങനെയുള്ള ഒരു സമയമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ അപൂർവമായ ഒരു സമയമാണ്. ഏത് സമയത്താണോ നമ്മൾ ധൈര്യപൂർവ്വം നിന്ന് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിന്ന് നമ്മുടെ വോട്ട് എത്ര പ്രധാനമാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുന്ന അതിപ്രധാനമായ അപൂർവമായ ഒരു അവസരമാണ് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്ന്. Where we need to choose truth over lies. നമ്മൾ സത്യം, നുണകൾക്കുപരിയായി നമുക്ക് സത്യം തിരഞ്ഞെടുക്കണം. Where we need to choose honesty over greed. അത്യാഗ്രഹത്തിനുപരിയായി നമ്മൾ സത്യസന്ധതയെ തിരഞ്ഞെടുക്കണം. Where we need to choose unity over divisiveness. വിഭാഗീയതയ്ക്കുപരിയായി നമ്മൾ ഐക്യത്തെ തിരഞ്ഞെടുക്കണം. And where we need to choose India first and foremost. അത് മാത്രമല്ല, എല്ലാറ്റിനുപരിയായി നമ്മൾക്ക് നമ്മുടെ ഇന്ത്യയെ